വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു വസഫിയ്യുഹു മിൻ ഖൽഖിഹി വഅമീനുഹു അലാ വഹ്യിഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഖാല ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ബാബുൻ മിനൽ ഈമാനി ബില്ലാഹി അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്. ഈ അധ്യായത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? മിനൽ ഈമാനി ബില്ലാഹി, അല്ലാഹുവിലുള്ള ഈമാൻ, അതിൽപ്പെട്ടതാണ് അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്, അല്ലാഹുവിന്റെ വിധികളിൽ സബ്ർ കാണിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ വിശ്വസിച്ചു, ഈമാനുണ്ട് നമുക്ക് എന്ന് പറയുന്നതിൽപ്പെട്ടതാണ് അസ്സബ്ർ, സബ്ർ കാണിക്കുക എന്നുള്ളത്. സബ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷയിൽ അറബിയിൽ സബ്ർ എന്ന വാക്കിന്റെ അർത്ഥം അൽ ഹബ്സ് എന്നാണ്, പിടിച്ചു വെക്കുക. ഒരാളെ കെട്ടിയിട്ട് പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ കൊല്ലുന്നതിന് ഖുത്തില സബ്റൻ എന്ന് പറയും. കെട്ടിയിട്ട് അവസ്ഥയിൽ കൊല്ലപ്പെട്ടു. അപ്പോ തടയുക, അടക്കി നിർത്തുക എന്നൊക്കെയാണ് സബ്ർ എന്നുള്ള വാക്കിന്റെ ഭാഷയിലെ അർത്ഥം. എന്നാൽ ശറഇല്, നമ്മുടെ ദീനില് സബ്റുൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? സാങ്കേതികമായി ഉലമാക്കൾ പറയുന്നത് ഹബ്സുൻ നഫ്സ്, സ്വന്തം ആത്മാവിനെ, സ്വന്തത്തെ നമ്മൾ തടയുക എന്നുള്ളതാണ്. അമ്മാ ലാ യംബഗി, ഒരു മുഅ്മിനിന് യോജിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മെ തന്നെ തടയുക, അതാണ് സബ്ർ. സബ്ർ മൂന്ന് വിധത്തിലുണ്ട്. ഒന്ന് അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള ത്വാഅത്തായിട്ടുള്ള പുണ്യകർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സ്വയം നിർബന്ധിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ ജമാഅത്ത് നമസ്കാരം, അതുപോലെ തന്നെ റമദാനിലെ നോമ്പ്, സക്കാത്ത്, കുടുംബബന്ധം പുലർത്തൽ, ഇതൊക്കെ ത്വാഅത്തുകളാണ്, പുണ്യങ്ങളാണ്. ഇത് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് മടി തോന്നും, ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകും. അപ്പൊ നമ്മൾ സ്വന്തം നഫ്സിനെ അതിന് നിർബന്ധിക്കുക. രണ്ടാമത്തെ ഇനം അസ്സബ്റു അൻ മഹാരിമില്ല, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, അത് ചെയ്യാൻ പ്രയാസമുണ്ടാകും. ഹറാമുകൾ നമ്മൾ പെട്ടുപോകും. നമ്മുടെ നഫ്സിന്, ആത്മാവിന്, നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഹറാമുകൾ. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ചില ആൾക്കാർ പറയും അറിയാതെ സംഭവിച്ചു ഒരു തെറ്റ്. തെറ്റുകൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്, നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അവസ്ഥ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് നമുക്ക് തോന്നിപ്പോകും. എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാവർക്കും ഉണ്ട് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. കാരണം എല്ലാ മനുഷ്യനും ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ തന്നെയാണ് തെറ്റ്. അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഹറാമുകൾ ചെയ്യാൻ ആഗ്രഹം തോന്നുമ്പോ അതിൽ നിന്ന് സ്വന്തം നഫ്സിനെ തടഞ്ഞു വെക്കാൻ നല്ല പണിയുണ്ടാകും. അതാണ് രണ്ടാമത്തെ ഇനം സബ്ർ, അസ്സബ്റു അൻ മഹാരിമില്ല, അല്ലെങ്കിൽ അസ്സബ്റു അമ്മാ ഹറമല്ലാഹ്. മൂന്നാമത്തെ ഇനം സബ്ർ അസ്സബ്റു അലാ അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അള്ളാഹുവിന്റെ വിധികളിൽ നമ്മൾ സ്വന്തം നഫ്സിനെ അടക്കി നിർത്തുക. ഇതാണ് മൂന്നാമത്തെ ഇനം സബ്ർ. അപ്പൊ ഈ മൂന്ന് രൂപത്തിലുള്ള സബ്റും ഒരാൾക്കുണ്ടായാൽ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെയായിരിക്കും സബ്റുള്ള ആളുകൾക്ക് അല്ലാഹു തആല പ്രതിഫലം നൽകുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു സബ്റുള്ള ആളുകളുടെ കൂടെയാണ്. ഖുർആനിൽ 4 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ലാഹു തആലയുടെ മഅയ്യത്ത്, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. ഇതൊരു മനുഷ്യന് എത്തിപ്പിടിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവിയാണ്. അല്ലാഹുവിന്റെ സാമീപ്യം, അല്ലാഹുവിന്റെ പിന്തുണ, അതുണ്ടാകണമെങ്കിൽ സബ്ർ വേണം. സബ്റിൽ ഈ 3 കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോ ഇതിൽ മൂന്നാമത്തെ ഇനം സബ്റിനെ കുറിച്ചാണ് ഈ ബാബില് പറയുന്നത്. അള്ളാഹുവിന്റെ വിധി നമുക്ക് വിഷമമുണ്ടാക്കും ചില സമയത്ത്, അതില് സബ്ർ അവലംബിക്കുക, ക്ഷമ അവലംബിക്കുക. അതിന് ദലീലായി ശൈഖുൽ ഇസ്ലാം ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത് ആദ്യം സൂറത്ത് തഗാബുനിലെ ആയത്താണ്. വഖൗലുഹു തആല വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്. നിങ്ങൾ കിതാബ് തൗഹീദിന്റെ മത്തിന് സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. കിതാബ് മലയാളം പരിഭാഷ ഉണ്ട്, അല്ലെങ്കിൽ അറബിയിലുള്ള കിതാബാണെങ്കിലും അത് കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഉപകാരം ഉണ്ടാവും. എന്തെങ്കിലും വാക്കുകൾ അർത്ഥമൊക്കെ അതിന്റെ അടുത്ത് എഴുതി വെക്കാം, പിന്നീട് അതെടുത്ത് വായിച്ചു നോക്കാം. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ്, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, ഈമാൻ വെച്ചു പുലർത്തുന്നത്, യഹ്ദി ഖൽബഹു, അവന്റെ ഖൽബിന് അള്ളാഹു ഹിദായത്ത് നൽകും, വഴി കാണിക്കും. ഈ ആയത്ത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാമിന്റെ രീതി, അദ്ദേഹം ആയത്തുകളിൽ ഒരു ഭാഗം മാത്രമേ ഇവിടെ ഉദ്ധരിക്കുകയുള്ളൂ. ആയത്ത്
മുഴുവനായിട്ട് അറിയാം, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം എന്ന അടിസ്ഥാനത്തിലാണ്. ഈ ആയത്ത് എന്താണ് യഥാർത്ഥത്തിൽ പൂർണ്ണരൂപം? മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ ഇതിനോടുകൂടി, അനുവാദത്തോടുകൂടി അല്ലാതെ ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല. അള്ളാഹുവിന്റെ അറിവോടുകൂടിയല്ലാതെ, അനുവാദത്തോടുകൂടിയല്ലാതെ ഒരു ദുരന്തവും ഒരു അപകടവും സംഭവിക്കുന്നില്ല. ഇത് നമുക്ക് വളരെ വ്യക്തമായി തോന്നും, പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ അനക്കവും, ഒരു ഇല വീഴുന്നത് അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ ഇതിൻ അനുസരിച്ചാണ്. അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും ഈ ലോകത്ത് സംഭവിക്കുന്നില്ല. അതാണ് അള്ളാഹുവിന്റെ ഖദർ. വമൻ യുഅ്മിൻ ബില്ലാഹി, ആരാണോ അതിൽ വിശ്വസിച്ചത്, അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഇത് സംഭവിച്ചത് എന്ന് വിശ്വസിച്ചത്, യഹ്ദി ഖൽബഹു, അവന്റെ ഖൽബിന് അള്ളാഹു ഹിദായത്ത് നൽകും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യങ്ങളെ പറ്റിയും പൂർണ്ണമായ ഇൽമുള്ളവനാകുന്നു. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അൽഖമ റഹിമഹുല്ലാ പറയുകയുണ്ടായി. ഇബ്നു അബ്ദുൽ വഹാബ് കിതാബ് തൗഹീദിൽ കൊടുത്തിരിക്കുകയാണ്. ഖാല അൽഖമ, അദ്ദേഹം താബിഈയായ ഒരു മുഫസ്സിറാണ്, ഇമാമാണ്. അദ്ദേഹം പറഞ്ഞു, ഹുവ, ഇവിടെ ഉദ്ദേശിച്ച കാര്യം, അള്ളാഹുൽ വിശ്വസിച്ചാൽ ഖൽബിന് ഹിദായത്ത് കിട്ടും എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഹുവ റജുൽ, ഒരു മനുഷ്യനെ കുറിച്ചാണ്. തുസീബുഹുൽ മുസീബ, അവന് മുസീബത്ത് ബാധിക്കും. ഫയഅലമു, അപ്പോൾ അവൻ മനസ്സിലാക്കും, അന്നഹ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. തന്നെ ഉപദ്രവിച്ചവരാരാണ് എന്നല്ല അവൻ ചിന്തിക്കുക. ഇതിന്റെ പിന്നിൽ ആരാണ്, അവന്റെ പിന്നിൽ ആരാണ്, അവനോട് ബന്ധമുള്ളത് ആർക്കൊക്കെയാണ്, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് തലവുണ്ണാക്കുകയില്ല. ഫയഅലമു അന്നഹ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നവൻ മനസ്സിലാക്കും. ഫയർദാ വയുസല്ലിം, അതിലവൻ തൃപ്തിപ്പെടും, അതിന് കീഴൊതുങ്ങും. ഇത് വാക്ക് വളരെ ചെറുതാണ്, പക്ഷെ വലിയ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അൽ ഇബാദു ആല, അടിമകൾ എന്ന് പറയുന്നത് ഉപകരണമാണ്. അവരെ ആരാണോ ഉപയോഗിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഉപദ്രവം വന്നത് ഒരു മനുഷ്യനിൽ നിന്നായിരിക്കും, പക്ഷെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ട ഒരു വസ്തു മാത്രമാണ്. അള്ളാഹു ആണ് അവന് തസറുഫ് നടത്തുന്നത്, അവനെ തിരിക്കുന്നത് അള്ളാഹുവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു നമ്മെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റുകളായിരിക്കും. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഇത് എന്ന് മനസ്സിലാക്കിയാൽ ഫയർല്ലാ വയുസല്ലിം, തൃപ്തിപ്പെടും, അതിന് കീഴൊതുങ്ങും. അപ്പൊ തൃപ്തി എന്ന് പറയുന്നത് സബ്റിന്റെ ഏറ്റവും വലിയ രൂപമാണ്. തൃപ്തി എന്ന് പറയുന്നത് കാരണം ഉലമാക്കൾ പറയുന്നത്, ഒരു മുസീബത്തുണ്ടായാൽ മനുഷ്യന്മാർ 4 രൂപത്തിലായിരിക്കും അതിനോട് പ്രതികരിക്കുക. ഒരാളുടെ ജീവിതത്തിൽ ഒരു ദുരന്തമുണ്ടായാൽ, ഒരു മുസീബത്തുണ്ടായാൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ 4 രൂപത്തിലായിരിക്കും ആളുകൾ അതിനോട് പ്രതികരിക്കുക. ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ അവർ പ്രതികരിക്കുക സഖത്തായിട്ടായിരിക്കും. സഖത്ത് എന്ന് പറഞ്ഞാൽ പ്രതിഷേധം, കോപം. ഈ സംഭവത്തോട് അവർ പ്രതികരിക്കുന്നത് ദേഷ്യത്തോടെ ആയിരിക്കും. ആരോടാണ് ദേഷ്യം? അള്ളാഹുവിനോട്. അള്ളാഹുവിന്റെ വിധിയിൽ അവർ എന്ത് ചെയ്യും? പരിഭവിക്കും, അതിനോട് പ്രതിഷേധിക്കും. ആ പ്രതിഷേധം ചിലപ്പോൾ നേരിട്ട് അള്ളാഹിനെ കുറിച്ചൊന്നും പറഞ്ഞോളണമെന്നില്ല, പക്ഷെ അവരുടെ പെരുമാറ്റത്തിലൂടെ അത് പുറത്തു വരും. നമ്മുടെയൊക്കെ പെരുമാറ്റത്തിലൂടെ അത് പുറത്തു വരും. രണ്ടാമത്തേത് സബ്റാണ്. സബ്ർ എന്ന് പറഞ്ഞാൽ വിഷമമുണ്ട്, പക്ഷെ നമ്മുടെ നഫ്സിനെ നമ്മൾ അടക്കി നിർത്തുക. എന്തിനെ തൊട്ടാണ് അടക്കി നിർത്തേണ്ടത്? അതാണ് അടുത്ത ഹദീസായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസായിട്ട് കിതാബ് തൗഹീദ് തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മൻ ദറബൽ ഖുദൂദ്, കവിളിൽ അടിക്കുന്നവൻ, വശഖൽ ജുയൂബ്, വസ്ത്രത്തിന്റെ മാറ് പറിക്കുന്നവൻ, കീറുന്നവൻ, വദഅ ബിദഅവൽ ജാഹിലിയ്യ, ജാഹിലിയത്തിലെ പോലെ സംസാരിക്കുന്ന. ഇപ്പൊ ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോ മുഖത്തടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോശമായി പ്രതികരിക്കുക, ഇതാണ് ചെയ്യാൻ പാടില്ലാത്തത്. ഇതൊക്കെ ചെയ്യാതെ വേദന മനസ്സിൽ കടിച്ചമർത്തുക, അതാണ് സബർ. അത് രണ്ടാമത്തെ ദറജയാണ്. ദീനുള്ള ആളുകൾക്ക് അത് സാധിക്കുകയുള്ളൂ. സബറിന്റെ ഹുക്ം എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. ആദ്യം പറഞ്ഞ സ്വഭാവം സഖത്ത്, അതിന്റെ ഹുക്ം എന്താണ്? ഹറാമാണ്, അത് പാടില്ല. കാരണം വിശ്വാസിനോട് പറഞ്ഞത് ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിൽ അത് ഹറാമാണ്. വിശ്വാസ ഒരു കാര്യത്തെ കുറിച്ച് ഇത് ചെയ്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അത് ഹറാമായിരിക്കും ആ പ്രവൃത്തി. അപ്പോ അള്ളാഹുവിന്റെ വിധിയിൽ ഇങ്ങനെയുള്ള പ്രതിഷേധം കാണിക്കൽ, ചിലർക്ക് കടം കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കച്ചവടത്തെ കുറിച്ച് നഷ്ടം പറ്റിയാൽ പിന്നെ അവരോട് ആർക്കും സംസാരിക്കാൻ സാധിക്കില്ല. ആ പ്രശ്നം തീരുന്നവരെ പിന്നെ അവരോട് അടുക്കാൻ സാധിക്കില്ല. നമ്മളൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലർ ചെറിയ പ്രശ്നത്തിന് അങ്ങനെയാകും, ചിലർ കുറച്ചുകൂടി വലിയ പ്രശ്നത്തിൽ അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെടുകയുള്ളൂ. എന്ത് പ്രശ്നമായിരുന്നാലും അങ്ങനെ നിയന്ത്രണം വിടുക എന്നുള്ളത് ഹറാമാണ്. സബ്ർ എന്നുള്ളത് വാജിബാണ്. ഇനി അതിനു മുകളിലുള്ള സ്ഥാനമാണ് റിള, തൃപ്തിപ്പെടുക എന്നുള്ളത്. ഇത് അള്ളാഹു തന്നതാണ്, അതിൽ അള്ളാഹു ഒരു ഹിക്മത്തുണ്ടായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് അടുത്ത ഹദീസിൽ പറയുന്നുണ്ട്.
എന്താണ് അള്ളാഹുവിന്റെ ഹിക്മത്ത് എന്നുള്ള കാര്യം. അള്ളാഹുവിന്റെ വിധി പ്രകാരം ഉണ്ടായതാണ് ഈ മുസീബത്ത്. അവൻ എന്നോട് റഹ്മത്തുള്ളവനാണ്. അവന്റെ അറിവ് എന്റെ അറിവിനേക്കാൾ വലുതാണ്. അവന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല. നല്ലൊരു ഉദ്ദേശം അവനുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അതിൽ തൃപ്തിപ്പെടുക. മനസ്സിലൊരു കുത്തില്ലാതെ, ഒരു വിഷമമില്ലാതെ അതിൽ തൃപ്തിപ്പെടുക. അത് അതിന് മുകളിലുള്ളതാണ്. അതിന്റെ ഹുക്ം എന്താണ്? തൃപ്തി, റിള എന്നുള്ളതിന്റെ ഹുക്ം എന്താണ്? മുസ്തഹബാണ്, നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഉയർന്ന സ്ഥാനമുണ്ടാകും, വലിയ പ്രതിഫലം ഉണ്ടാകും. അതിനു മുകളിലാണ് നാലാമത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ശുക്ർ, അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. അതുകൊണ്ടാണ് ഹദീസിൽ വന്നത്, വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാൽ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സ്തുതി. അപ്പോ ഈ മുസീബത്തിലൂടെ, മരണം എന്ന് പറഞ്ഞാൽ മുസീബത്താണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. മുസീബത്തുൽ മൗത്ത് എന്ന മരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മുസീബത്ത് അള്ളാഹു എനിക്ക് തന്നിരിക്കുന്നു, ഇതിൽ ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് പ്രതിഫലമുണ്ട്, അള്ളാഹുവിന് വലിയ ഹിക്മത്തുണ്ടാകും, അതുകൊണ്ട് അള്ളാഹുവിന് നന്ദി. ഇത് നിർബന്ധമല്ല, പക്ഷെ വലിയ ദർജയുള്ള പ്രവൃത്തിയാണ്. അപ്പൊ ഈ 4 തരത്തിലായിരിക്കും നമ്മളൊക്കെ. ഒരേ ആൾ തന്നെ ചില സമയത്ത് ഒന്നാമത്തെ ദർജയിലായിരിക്കും. ചിലപ്പോൾ ഈമാൻ കൂടുന്ന സമയത്ത് നമ്മൾ തൃപ്തിപ്പെടും, ചിലപ്പോൾ അതിനേക്കാൾ ഈമാൻ കൂടുമ്പോൾ ശുക്റുണ്ടാകും. അതെപ്പോഴും വർദ്ധിപ്പിക്കാൻ, ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്താൻ നമ്മൾ പരിശ്രമിക്കണം. എന്തുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ ഈ അധ്യായം കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം ചെയ്യുക. അപ്പൊ സബർ എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. കാരണം സബറിന്റെ വിപരീതം ഇവിടെ ഹറാമാക്കി. ലൈസ മിന്ന, സബറില്ലാതെ ഇങ്ങനെ വിലപിക്കുന്നവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ സബർ അവലംബിക്കുക എന്നുള്ളത് ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അപ്പോ അള്ളാഹുവിന് ചെയ്യേണ്ട ഇബാദത്തുകളുടെ ഓരോ ഇനങ്ങൾ, നമ്മൾ അശ്രദ്ധയിലായി പോകുന്ന ചില ഇനങ്ങൾ പഠിപ്പിക്കാൻ. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമസ്കാരവും നോമ്പ് മാത്രമല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ തന്നെ. പക്ഷെ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ഈ വക ഇബാദത്തുകളും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. وفي صحيح مسلم عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്നതാൻ ഫി الناس ഹുമാ ബിഹിം കുഫർ, ജനങ്ങളുടെ അടുത്തുള്ള 2 സ്വഭാവങ്ങൾ അത് കുഫറാണ് എന്ന് പറഞ്ഞു. എന്തൊക്കെയാണത്? അത്ത്അനു ഫി നസബ്, ഒരാളുടെ പരമ്പരയെ ആക്ഷേപിക്കുക, ഒരാളുടെ കുടുംബത്തെ ചോദ്യം ചെയ്യുക, പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുക, അത് ഹറാമാണ്. അതുപോലെ തന്നെ വന്നിയാഹത്തു അലൽ മയ്യിത്ത്, മയ്യിത്തിനെ ഓർത്ത് വിലപിക്കുക, മയ്യിത്ത് മരിച്ചു കഴിഞ്ഞാൽ നിലവിളിച്ച് കരയുക. ഇത് കാഫിര്യങ്ങൾ ചെയ്യുന്നതാണ്. ജാഹിലിയ കാലത്തുള്ള കാഫിര്യങ്ങളും ചെയ്തിരുന്നു, ഇന്നത്തെ കാഫിര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് സബറിനെതിരാണ്. ഈ ഹദീസ് ഇവിടെ കൊടുക്കാൻ കാരണം എന്താ? സബറിനെതിരായതുകൊണ്ട് ആ പ്രവൃത്തിയെക്കുറിച്ച് കുഫർ എന്ന് പറഞ്ഞു വിശ്വാസം. അപ്പൊ എന്തായി? അതിന്റെ വിപരീതം ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ സബർ എന്നുള്ള ഇബാദത്തിനെ കുറിച്ച് ഈ ഹദീസിൽ സൂചനയുണ്ട് എന്ന് മനസ്സിലാക്കാം. വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഒരു ഹദീസ്, വളരെ പ്രധാനപ്പെട്ട, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. ഈ ഹദീസ് വായിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാകും? എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക, അതുപോലെ ശുക്ർ കാണിക്കുക, അതിനുള്ള മാർഗം ഈ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നുണ്ട്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ, ഒരു അടിമയെ കൊണ്ട് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഖൈർ ഉണ്ടാകണം, നമ്മൾ രക്ഷപ്പെടണം എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, അവന്റെ അദാബ്, അവനുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ കൊടുക്കും. നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. ഓരോരുത്തർക്കും ഓർത്തു നോക്കിയാൽ മനസ്സിലാകും. ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി, എന്റെ രഹസ്യ ജീവിതത്തിലെ വൃത്തികേടുകൾ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ കാണുന്നവരെന്നോട് സലാം പറയുമായിരുന്നില്ല. അവർ വിനയം കൊണ്ട് പറയുന്നതായിരിക്കും, പക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചു നോക്കിയാൽ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോ തെറ്റുകളില്ലാത്തവരാരുമില്ല. ഈ തെറ്റിനുള്ള ശിക്ഷ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്, ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ ആഖിറത്തിൽ. ഇതിലേതാ നല്ലത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദാബുദ്ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ, ദുനിയാവിലെ ശിക്ഷ ആഖിറത്തിലെ ശിക്ഷയേക്കാൾ നിസ്സാരമാണ്. ഫുളൂഹുദ്ദുനിയ അഹ്വനു മിൻ ഫുളൂഹിൽ ആഖിറ, ആഖിറത്തിൽ വഷളാകുന്നതിനേക്കാൾ നല്ലത് ദുനിയാവിൽ വഷളാകുന്നതാണ്. അപ്പോ അള്ളാഹു എന്ത് ചെയ്യും? ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ കൊടുക്കും. വഇദാ അറാദ ബിഅബ്ദിഹി ശർ, അടിമക്ക് ഷർറാണ് അള്ളാഹു ഉദ്ദേശിച്ചതെങ്കിൽ അംസക അൻഹു ബിദംബിഹി, അവന്റെ പാപങ്ങൾ അള്ളാഹു അവിടെ പിടിച്ചു വെക്കും, അതിനുള്ള ശിക്ഷ കൊടുക്കൂല. ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന് പൂർത്തിയായി കൊടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മളൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരാൾക്ക് നല്ല രോഗങ്ങളുണ്ടായി, നല്ല രോഗമല്ല, വലിയ രോഗങ്ങളുണ്ടായി, അതുപോലെ തന്നെ കുടുംബത്തിൽ മുസീബത്തുകൾ ഉണ്ടായി, ആളുകൾ നമ്മോട് പിണങ്ങുന്ന അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ കടബാധ്യതയുണ്ടായി, ഇങ്ങനെ എന്തൊക്കെ മുസീബത്തുണ്ടായാലും അത് അവൻ ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. നേരെ മറിച്ച് മറ്റൊരാൾ ഇതേപോലെ പാപങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കൂടുതൽ ചെയ്യുന്നുണ്ട്,
അവൻ അള്ളാഹു നിഅമത്തുകൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നാളെ ആഖിറത്തിൽ അവന് വലിയ ശിക്ഷ കിട്ടാനുള്ള കാരണമായിരിക്കും അത്. ഇത് ഒരാൾ ശരിക്കും ചിന്തിച്ചാൽ, ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അയാൾക്ക് സമാധാനം കിട്ടും. എന്റെ മക്കൾ മരിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഒരു മാരകമായ രോഗം വന്നത്, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നിലായത്, കടം വന്നത്, ഇതൊക്കെ നരകത്തിന് പകരമാണെന്ന് ചിന്തിച്ചാൽ അത് ഒരാൾക്ക് സമാധാനം കിട്ടുമെന്നൊരു സംശയമില്ല, ഈമാനുള്ള ഒരാൾക്ക്. വഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതേ ആശയത്തിൽ തന്നെ മറ്റൊരു ഹദീസ്, ഇന്ന അഅ്ളമൽ ജസാഇ മഅ അഅ്ളമിൽ ബലാ, പരീക്ഷണത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചാണ് പ്രതിഫലത്തിന്റെ മഹത്വം. ഒരാൾക്ക് എത്ര കടുത്ത പരീക്ഷണം വരുന്നുണ്ടോ അത്രയും വലിയ പ്രതിഫലമുണ്ടായിരിക്കും. വഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ, അല്ലാഹു തആല ഒരു ഖൗമിനെ ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അവരെ അല്ലാഹു പരീക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിളാ, ആ പരീക്ഷണത്തിൽ ആരാണോ തൃപ്തിപ്പെട്ടത് ഫലഹു റിളാ, അവന് തൃപ്തി ഉണ്ടാകും, അവന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാകും. വമൻ സഖിത, ആരാണോ അതിൽ പ്രതിഷേധിച്ചത് ഫലഹു സുഖ്ത്, അവന് പ്രതിഷേധിക്കാം. ആ വിധി മാറാൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിനുള്ള അടയാളമാണ് അള്ളാഹുവിന്റെ പരീക്ഷണം എന്നുള്ളത്. അപ്പൊ അള്ളാഹു നമുക്ക് ഖൈർ ഉദ്ദേശിച്ചു എന്നതിന്റെ അടയാളം രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് ഖൈറാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഒരേ പരീക്ഷണം തന്നെ ഒരു സമൂഹത്തിൽ മുഴുവൻ ആളുകൾക്കും ബാധിച്ചു. അതിൽ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ച ആൾക്കാരുണ്ടാകും, ഷർ ഉദ്ദേശിച്ച ആൾക്കാരുണ്ടാകും. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പറയാം, മുസ്ലിം സമുദായത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികളിൽ ഇത് ഒരു വിഭാഗത്തിന് അള്ളാഹു കൊടുക്കുന്ന ഖൈറായിരിക്കും, അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു കാരണമായിരിക്കും ഇതൊക്കെ. ആർക്കാണ്? രണ്ട് ഷർത്തുകൾ ഒരുമിച്ച് കൂടിയ ആൾക്കാണ്. ഒന്ന്, അള്ളാഹുവിന്റെ മുസീബത്ത് അവരെ ബാധിച്ചു. രണ്ടാമത്തേത്, ആ മുസീബത്തിൽ സബർ കാണിക്കാനുള്ള തൗഫീഖ് കിട്ടി. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അവർ അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചവരാണ്. അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കാണ്. രണ്ടാമത്തേത്, ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവർ, ഈ പരീക്ഷണങ്ങളൊന്നും ബാധിച്ചില്ല. അങ്ങനെയുള്ള ആളുകൾ, അവരുടെ കാര്യം നമുക്കറിയില്ല. അല്ലെങ്കിൽ പരീക്ഷണം ബാധിച്ചു, അതിൽ സബർ പുലർത്താൻ സാധിച്ചില്ല. അപ്പോ തൗഹീദ് എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച്, അവന്റെ ഖദറിനെ കുറിച്ചും ഒക്കെ പഠിക്കുക എന്നുള്ളത് ഏത് ഘട്ടത്തിലും നമുക്ക് ആവശ്യമാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും മുസീബത്തുകൾ ഉള്ള സമയത്ത് മുസ്ലിം സമുദായം പല വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ഈ കിതാബ് തൗഹീദ് പഠിച്ചിട്ട് എന്താണ് കാര്യം, അല്ലെങ്കിൽ അഖീദ പഠിച്ചിട്ട് എന്താണ് കാര്യം എന്ന് ചിന്തിക്കും. യഥാർത്ഥത്തിൽ അതുകൊണ്ടേ കാര്യമുള്ളൂ. കാരണം ഈ മുസീബത്തുകൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഇത് പഠിക്കണം. സബറുണ്ടെങ്കിൽ ഈ മുസീബത്തുകളൊക്കെ നമുക്ക് ഖൈറായി മാറും. നേരെ മറിച്ച് നമ്മൾ ഭൗതികമായ എല്ലാ സബബുകളും സ്വീകരിച്ചു, അവസാനം ഈ മുസീബത്ത് ബാധിക്കുകയും ചെയ്തു, നമ്മൾ ദീൻ കൈവിട്ടു, അഖീദ നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ആയാലും എന്ത് സംഭവിക്കും? ദുനിയാവിൽ ഈ ദുരന്തങ്ങൾ അനുഭവിക്കുകയും വേണം, ആഖിറത്തിൽ ഒരു ഖൈറും ഉണ്ടാവുകയുമില്ല. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ശരിയായ അഖീദ പഠിക്കുകയേ മാർഗമുള്ളൂ. അല്ലാഹു തആല നിശ്ചയിക്കുന്ന ഏതൊരു മുസീബത്താണെങ്കിലും വിശദീകരിക്കേണ്ട കാര്യമല്ല, നിങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടാകും ധാരാളം മുസീബത്തുകൾ, ഓരോരുത്തരുടെയും വ്യക്തിപരമായുള്ളതും മുസ്ലിം ഉമ്മത്തിന് പൊതുവായിട്ടുള്ളതുമായിട്ടുള്ള ധാരാളം മുസീബത്തുകൾ. പക്ഷെ അതൊക്കെ ഇദാ അറാദ അല്ലാഹു ബിൽ അബ്ദി ഖൈറൻ, ഇദാ അറാദ അല്ലാഹു ബി അബ്ദിഹിൽ ഖൈർ, അല്ലാഹു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അജ്ജല ലഹുൽ ഉഖൂബ, അവന് പെട്ടെന്ന് ശിക്ഷ കൊടുത്ത് തീർക്കും. അതായിരിക്കും എന്ന് നമുക്ക് സമാധാനിക്കാം. അടുത്ത ബാബ്, ബാബു മാ ജാഅ ഫിർ റിയാഇ, റിയാഇനെ കുറിച്ച് വന്നിട്ടുള്ള നസ്സുകൾ, ആയത്തുകളും ഹദീസുകളും പറയുന്ന അധ്യായം. റിയാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇദ്ഹാറുൽ അബ്ദി അമലഹു ലിയറാഹു അന്നാസ് വയഹ്മദൂഹു അലൈഹി, തന്റെ അമലുകൾ ആളുകൾ കാണാൻ വേണ്ടി, കണ്ടിട്ട് തന്നെ പുകഴ്ത്താൻ ഉദ്ദേശിച്ച് ഒരാൾ അമല് പ്രകടമാക്കുക, അതാണ് റിയാ എന്ന് പറയുന്നത്. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു, അതിലുണ്ടായിട്ടുള്ളതാണ് റിയാ. തന്റെ അമൽ കണ്ട് ആളുകൾ തന്നെ പുകഴ്ത്തണം. നന്നായിട്ട് പ്രസംഗിക്കുന്നവനാണ്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നവനാണ്, ഇൽമുള്ളവനാണ്, അല്ലെങ്കിൽ അവനൊരു ആബിദാണ്, എപ്പോഴും പള്ളിയിലുള്ളവനാണ്, ഇങ്ങനെ ആളുകൾ പറയണം എന്ന ഉദ്ദേശത്തോടെ ആ അമല് പ്രകടമാക്കുക, അതാണ് റിയാ എന്ന് പറയുന്നത്. വളരെ അപകടകരമായ ഒരു രോഗമാണ് റിയാ എന്ന് പറയുന്നത്. അതൊരാളെ ബാധിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. അൽ ആയ, ഇത്രയേ ഇവിടെ കിതാബിൽ കൊടുത്തിട്ടുള്ളൂ. എന്താണ് ആയത്തിന്റെ പൂർണ്ണരൂപം? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ഈ ആയത്ത് റിയാഇനെ കരിച്ചു കളയുന്ന ആയത്താണ്.
നമ്മുടെ മനസ്സിൽ റിയാ ഉണ്ടെങ്കിൽ ഈ ആയത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഈ ആയത്ത് ശരിക്ക് മനസ്സിൽ തട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ റിയാ പൂർണ്ണമായും മാറിപ്പോകും. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. ഇതെന്ത് മനസ്സിലാക്കാം? മുൽക്ക്, ആധിപത്യം എന്നുള്ളത് അള്ളാഹുവിന്റെ കയ്യിലാണ്. റസൂലിന്റെ കയ്യിൽ അതിന്റെ ഒരു അംശവുമില്ല. ഈ പ്രപഞ്ചത്തിന്റെ തസറുഫ്, ഇതിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത്, മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്, പ്രപഞ്ചത്തിന്റെ ചലനത്തിൽ ഇടപെടുക എന്നുള്ളത്, അത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്. റുബൂബിയത്ത്, അതിന്റെ ഒരു അംശവും റസൂലിനില്ല. ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. റസൂലിനില്ലെങ്കിൽ പിന്നെ വേറെ വല്ല പഠിപ്പിനുണ്ടാകുമോ? ഇല്ല എന്നുറപ്പാണ്. അപ്പൊ അള്ളാഹുവിന്റെ കയ്യിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതിൽപ്പെട്ടതാണ് എല്ലാ മനുഷ്യരും. അവരുടെ കൽബും അവരുടെ നാവും അവരുടെ കണ്ണും ഒക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ ആളുകളുടെ മനസ്സിൽ എന്നെക്കുറിച്ച് നല്ല വിചാരം ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ റിയാ കാണിക്കുന്നത്, അമലുകൾ നമ്മൾ ആളുകളെ കാണിക്കുന്നത്. ഈ ആളുകൾ നമ്മുടെ ഈ അമൽ കണ്ടതിന്റെ പേര് നമ്മെ പുകഴ്ത്തുവോ? നമ്മെ ഇഷ്ടപ്പെടുമോ? ഇല്ല. കാരണം ഇവരുടെ കൽബുകൾ അള്ളാഹുവിന്റെ കയ്യിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായാല് പിന്നെ റിയാഇന്റെ കാര്യമില്ല. കാരണം നമ്മൾ ആരെ തൃപ്തിപ്പെടുത്താനാണോ അല്ലെങ്കിൽ ആരുടെ പ്രശംസ കിട്ടാനാണോ ഈ അമൽ ചെയ്യുന്നത്, അവന്റെ കൽബ് അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ നമ്മെ പുകഴ്ത്തണോ അതല്ല വെറുക്കണോ എന്ന് തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. നമ്മൾ എത്ര കാണിച്ചാലും അള്ളാഹു ഉദ്ദേശിക്കാത്ത കാര്യം നടക്കാൻ പോകുന്നില്ല. അതാണ് ഒന്നാമത്തെ ആശയം. ഈ ആയത്തിൽ നിന്ന് റിയാഇനെതിരായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നു, അന്നമ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാകുന്നു. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ മഅലൂഹ്, ആരുടെ മുമ്പിലാണോ നമുക്ക് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും ആദരവും ഭക്തിയും താഴ്മയും ഒക്കെ തോന്നുന്നത്, അവനാണ് ആരാധ്യൻ. അതാണ് മഅലൂഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. മലയാളത്തിന്റെ പരിമിതി കൊണ്ട് ആരാധ്യൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ തഅല്ലുഹ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ, സ്നേഹവും താഴ്മയും വിനയവും ഒക്കെ അതിന്റെ പാരമ്യത്തിലെത്തുന്ന അവസ്ഥ, അതാണ് തഅല്ലുഹ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിനോടേ പാടുള്ളൂ. അപ്പോൾ അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നമ്മൾ കൊടുക്കുകയാണ് റിയാ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ആളുകളെ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിക്കേണ്ട ആ താഴ്മയുടെ ഒരു അംശം നമ്മൾ മറ്റൊരു മനുഷ്യന് വകവെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതെന്താണ്? അത് ഈ പറഞ്ഞ വഹീന്, അള്ളാഹു റസൂലിന് കൊടുത്തിട്ടുള്ള വഹീന് എതിരാണ്. ഇത് റിയാഇനെതിരെയുള്ള രണ്ടാമത്തെ കാര്യമാണ് ഈ ആയത്തിലുള്ള. മൂന്നാമത്തേത്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആരാണോ തന്റെ റബ്ബുമായിട്ടുള്ള ലിഖാ, അഭിമുഖം, കണ്ടുമുട്ടൽ ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിനോട് കാണണം, അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം എന്ന് പ്രതീക്ഷിക്കുന്നത്, ഫല്യഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ അമൽ ചെയ്തു കൊള്ളട്ടെ. അപ്പൊ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ആമായ ലിഖാ ഉണ്ട്, എല്ലാ മനുഷ്യന്മാരും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ്. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ, മനുഷ്യ നീ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫമുലാഖീഹി, അതിന്റെ അവസാനം അള്ളാഹുമായുള്ള ലിഖാ ആണ്, കൂടിക്കാഴ്ചയാണ്. അത് എല്ലാ മനുഷ്യരും എത്തിപ്പെടുന്ന ലിഖാ ആണ്. മനുഷ്യവർഗത്തിൽപ്പെട്ട മുസ്ലിം ആവട്ടെ, കാഫിറാവട്ടെ, നല്ലവരാകട്ടെ, ചീത്തയാളുകളാകട്ടെ, എല്ലാവരും. രണ്ടാമത്തേത്, പ്രത്യേകമായിട്ടുള്ള കാഴ്ച, പ്രത്യേകമായിട്ടുള്ള അഭിമുഖമുണ്ട്. മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടും. അള്ളാഹുവിന്റെ റഹ്മത്ത് അവർ അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങും. അപ്പൊ ഈ ലിഖാ ആരാണോ ഉദ്ദേശിക്കുന്നത്, സമാധാനത്തോടെ സന്തോഷത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, ഫല്യഅമൽ അമലൻ സാലിഹ, അതിനുള്ള മാർഗം സാലിഹായ അമൽ ചെയ്യുക. എന്താണ് സാലിഹായ അമൽ എന്ന് പറയുന്നത്? സലഫുകൾ വിശദീകരിച്ചു. സാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ അഖ്ലസുഹു വ അസ്വബുഹു. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും നല്ല അമൽ എന്ന് പറഞ്ഞാൽ അഹ്സനു അമല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് തബാറക്കയിലെ ആയത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും നല്ല അമൽ എന്ന് പറഞ്ഞാൽ അഖ്ലസുഹു വ അസ്വബുഹു, ഏറ്റവും കൂടുതൽ ഇഖ്ലാസുള്ള അമൽ, ഏറ്റവും കൂടുതൽ സുന്നത്തിനോട് യോജിച്ച അമൽ. അപ്പോ ഇഖ്ലാസുള്ള അമൽ ചെയ്തു കൊള്ളട്ടെ എന്നാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിനെ കണ്ടുമുട്ടി അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഫല്യഅമൽ അമലൻ സാലിഹ, അവൻ ഇഖ്ലാസുള്ള അമൽ ചെയ്തു കൊള്ളട്ടെ. അപ്പോ പരലോകം രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം മനസ്സിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ എന്ന് മനസ്സിലാക്കാം. നാലാമതായി അല്ലാഹു തആല പറഞ്ഞു, വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. ആരെയും എന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടു. ഒരു മനുഷ്യനെയും കാണിക്കാൻ വേണ്ടിയാവരുത്, ഒരാളുടെയും പ്രശംസയ്ക്ക് വേണ്ടിയാകരുത്,
എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ 4 പ്രാവശ്യം ഈ ആയത്തില് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇഖ്ലാസ് എന്താണ്, റിയാ എന്താണ്. പക്ഷെ ഈമാനുള്ള ഒരാൾക്ക് മാത്രമേ, ഇഖ്ലാസുള്ള ഒരാൾക്ക് മാത്രമേ റിയാഇന്റെ അപകടം ശരിക്കും മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഇഖ്ലാസിനെ കുറിച്ചും റിയാഇനെ കുറിച്ചും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ, അത് നമ്മുടെ മനസ്സിൽ തട്ടുന്നില്ലെങ്കിൽ, നമുക്ക് പേടി തോന്നുന്നില്ലെങ്കിൽ, നമ്മുടെ അവസ്ഥ മെച്ചപ്പെടുത്താനുള്ള താല്പര്യം തോന്നുന്നില്ലെങ്കിൽ, അതിനർത്ഥം നമ്മൾ ഇഖ്ലാസ് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ലാ യഅരിഫു റിയാ ഇല്ലൽ മുഖ്ലിസൂൻ. മുഖ്ലിസായ ആളുകൾക്കല്ലാതെ റിയാ എന്താണെന്ന് അറിയില്ല. കാരണം അവരുടെ ജീവിതത്തിൽ റിയാ ലോകമാന്യം കടന്നു വരികയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാണ് ഒരാൾ ഇഖ്ലാസിന്റെ സ്ഥാനത്ത് എത്തുകയുള്ളൂ. അങ്ങനെ എത്തിയവർക്കറിയാം ഇതിന്റെ അപകടം. ഒരു രോഗം, ക്യാൻസർ ബാധിച്ച് അത് മാറിയ ഒരാൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാരകമായ രോഗം വന്നത് മാറിയ ഒരാൾ, ഒരുപാട് ചികിത്സിച്ച് വർഷങ്ങളോളം ചികിത്സിച്ച് മാറിയ ഒരാൾക്ക് അതിന്റെ വേദന അറിയാം, അതിന്റെ ബുദ്ധിമുട്ടറിയാം, അത് ചികിത്സിക്കാനുള്ള പ്രയാസം അറിയാം, ചെലവുകളെ കുറിച്ച് അറിയാം. നേരെ മറിച്ച് ഇതിനെ കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ള ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെയാണ് റിയാഇന്റെ അവസ്ഥ. അത് പരിഹരിക്കാൻ ശ്രമിച്ച ഒരാൾ, രോഗമുള്ളിലുണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, അത് ചികിത്സിച്ചിട്ടില്ല, അതുകൊണ്ട് നടക്കുകയാണ്, അങ്ങനെയുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോ റിയാ എന്നുള്ളത് അത് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ തടസ്സമാണ്. ഈ ആയത്തിൽ 4 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി ശൈഖുൽ ഇസ്ലാം ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, ഞാൻ പങ്കാളികളിൽ വെച്ച് ശിർക്കിനെ തൊട്ട് ഏറ്റവും ആവശ്യമില്ലാത്തവനാകുന്നു. അതായത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയും അതിന്റെ കൂടെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയും എന്ന് പറഞ്ഞ് അമൽ ചെയ്താൽ അതിൽ ആ പങ്കാളികൾക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടാകും, എനിക്ക് തീരെ ആവശ്യമില്ല. അല്ലാഹു തആല പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി, റബ്ബ് പറയുകയാണ്, ആരാണോ ഒരു അമൽ ചെയ്ത് അതിൽ എനിക്കൊരു പങ്കാളിയെ വെച്ചത്, അഥവാ റിയാ കാണിച്ചത്, തറക്തുഹു വശിർക്കഹു, അവനെയും അവന്റെ ആ ശിർക്കിനെയും ആ ഓഹരിയെയും ഞാൻ ഉപേക്ഷിക്കുന്നതാണ്. അപ്പൊ അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. ആളെ കാണിക്കാൻ ചെയ്യുന്ന അമല് അള്ളാഹുവിന് ആവശ്യമില്ല. വഅൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. ഇത് വളരെ ഗൗരവമുള്ള ഒരു ഹദീസാണ്. മസീഹ് ദജ്ജാലിനേക്കാൾ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ പേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ. മസീഹ് ദജ്ജാലിന്റെ ഫിത്ന എന്താണ്? നമ്മൾ ഹദീസുകൾ കേട്ടിട്ടുള്ളതാണ്. മസീഹ് ദജ്ജാൽ അവസാന കാലത്ത് വരികയും ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും. അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി ഒരു മനുഷ്യനെ 2ആയി പിളർത്തി അവന്റെ 2 കഷ്ണവും 2 ഭാഗത്തേക്ക് എറിഞ്ഞ് അതിനിടയിലൂടെ നടന്നു പോകും. എന്നിട്ട് വീണ്ടും ഈ 2 കഷ്ണങ്ങൾ കൂട്ടി യോജിപ്പിക്കും. ഒരു മനുഷ്യന്റെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ജീവൻ നൽകും അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി. അതുപോലെ തന്നെ ആകാശത്തേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മഴ പെയ്യും, ഭൂമിയിൽ നിന്ന് ചെടികൾ മുളക്കും. അതുപോലെ കന്നുകാലികളുടെ അകിടുകളിൽ പാല് നിറയും. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും. അവനെ പിന്തുടരാത്ത ആളുകളുടെ നാടുകൾ നശിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ദജ്ജാൽ, ആ ദജ്ജാലിനേക്കാൾ വലിയ മുസീബത്ത്, വലിയ ഫിത്ന, ഞാൻ പേടിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ. ഖുൽന ബല, സ്വഹാബത്ത് പറഞ്ഞു അതെ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കുൽ ഖഫി, രഹസ്യമായ ഗോപ്യമായ ശിർക്ക്. ലാഹിറായ ശിർക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഒരു ബിംബത്തെ ആരാധിക്കുക, അല്ലെങ്കിൽ ഖബറിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുക, അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കുക, ഇതൊക്കെ വ്യക്തമാകും. പക്ഷേ രഹസ്യമായ ശിർക്ക്, എന്നിട്ട് രഹസ്യമായ ശിർക്ക് എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. യഖൂമു റജുലു ഫയുസല്ലി, ഒരു മനുഷ്യൻ നമസ്കരിക്കും, ഫയുസയ്യിനു സലാതഹു, അവൻ അവന്റെ നമസ്കാരം ഭംഗി കൂട്ടും, ലിമാ യറാ മിൻ നദരി റജുൽ, മറ്റൊരാൾ കാണുന്നുണ്ട് എന്നറിയുമ്പോൾ, അടുത്തൊരാൾ നിൽക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ നിസ്കാരം ഒന്നുകൂടി ഭംഗി കൂട്ടും. അതാണ് അശ്ശിർക്കുൽ ഖഫി, ഗോപ്യമായ ശിർക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ റിയാ വളരെയധികം അപകടം പിടിച്ച കാര്യമാണ്. അത് ഇബാദത്തിൽ കുറവ് വരുത്തുന്ന കാര്യമാണ്. റിയാ 2 വിധത്തിലുണ്ട് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ഒന്ന് റിയാ ഫി അസ്ലിൽ ഈമാൻ, ഒരാളുടെ ഈമാന്റെ അസ്ലിൽ തന്നെ റിയാ ആണ്. അതായത് അവൻ മുസ്ലിം ആയത് തന്നെ ആളെ കാണിക്കാൻ വേണ്ടിയാണ്. മുസ്ലിം ആയത് തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി, സ്ഥാനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി. അങ്ങനെ അസ്ലിൽ തന്നെ അവൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തും ആളെ കാണിക്കാൻ വേണ്ടിയാണ്. ഒരാൾ മുസ്ലിം ആയത് പണത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ, ആളുകളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ, പ്രശസ്തിക്ക് വേണ്ടിയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും അവന്റെ ഓരോ നമസ്കാരവും ഓരോ നോമ്പും എന്തായിരിക്കും? റിയാ ആയിരിക്കും. അങ്ങനെ ഒരാളുടെ അമലുകൾ മുഴുവൻ റിയാ ആണെങ്കിൽ അത് ഷിർക്കുൻ അക്ബറാണ്. അപ്പൊ റിയാ എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ് എന്ന് പറയുന്നത് 100% ശരിയല്ല. കാരണം റിയായിൽ ഷിർക്കുൻ അക്ബർ ആകുന്നതുണ്ട്. എപ്പോഴാണ്?
പൂർണ്ണമായും റിയാ. പക്ഷെ ഇത് മുസ്ലിമീങ്ങളിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ചില ഉലമാക്കൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് മുനാഫിക്കായിരിക്കും. രണ്ടാമത്തേത് ഈമാനിന്റെ കമാലിലുള്ള റിയാ, അതായത് ചില അമലുകൾ റിയാ. ഒരു വക്ത് റിയാ ആയിട്ട് നമസ്കരിക്കാൻ താല്പര്യമില്ല, പക്ഷെ മാതാപിതാക്കളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉസ്താദിനെ കാണിക്കാൻ വേണ്ടി ഒരിക്കൽ നമസ്കരിച്ചു, അല്ലെങ്കിൽ ഒരു ദിവസത്തെ നോമ്പ്, ഒരു സുന്നത്ത് നോമ്പ്, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വല്ലപ്പോഴും ഒക്കെ റിയാ ആയിട്ട് സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ അത് ഹറാമാണ്, പക്ഷേ ഷിർക്കുൻ അസ്ഗറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമാണെന്ന് വിചാരിക്കേണ്ടതില്ല. വിശ്വാസം ദജ്ജാലിനേക്കാൾ ഞാൻ പേടിക്കുന്ന ഫിത്ന എന്നാണ് പറഞ്ഞത്. ഉലമാക്കൾ പറയുന്നത് ഷിർക്കുൻ അസ്ഗർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? വൻപാപങ്ങളാണ്. അപ്പൊ കള്ളു കുടിക്കുന്നത് പോലെ, വ്യഭിചരിക്കുന്നത് പോലെ, അതുപോലെ തന്നെ മോഷ്ടിക്കുന്നത് പോലെ, ഒരാളെ കൊല്ലുന്നത് പോലെ, അങ്ങനെയൊക്കെയുള്ള കബീറത്തുകളിൽപ്പെട്ട ഒരു കബീറത്താണ് റിയാ എന്ന് പറയുന്നത്. അത് നിസ്സാര കാര്യമല്ല. ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുമ്പോൾ ചെറിയ ഒരു കാര്യം എന്നല്ല അതിന്റെ അർത്ഥം. ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന ഷിർക്കിനെ അപേക്ഷിച്ച് അതിന്റെ താഴെയാണ് ഇതിന്റെ സ്ഥാനം എന്നേ അർത്ഥമുള്ളൂ. 10 ആളെ കൊല്ലുന്നതിനേക്കാൾ ചെറുതാണ് 2 ആളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞാൽ 2 ആളെ കൊല്ലുന്നത് ചെറുതാണോ? അല്ല. റിയാ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ്. അത് പരിഹരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഉലമാക്കൾ പറയുന്നത് റിയാ പരിഹരിക്കാനുള്ള ചില മാർഗങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ച് ഓർക്കുക, മനുഷ്യരുടെ നിസ്സാരതയെക്കുറിച്ച് ചിന്തിക്കുക. ഈ മനുഷ്യർക്ക് മരിക്കാനുള്ളവരാണ്. നമ്മൾ ഇവന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി അവന്റെ മുമ്പിൽ കുറെ കാണിച്ചു കൂട്ടി, അവൻ നാളെ മരിച്ചുപോയാലോ? അപ്പൊ നിസ്സാരന്മാരാണ് മനുഷ്യന്മാർ. ഇനി ഇല്ലെങ്കിൽ പോലും ഇവന് ഈ ദുനിയാവിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ? അവന്റെ മനസ്സുപോലും അവന്റെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ഇബാദത്തൊക്കെ കണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ടു, ആ ഇഷ്ടം നിലനിർത്തണം എന്ന് അവൻ വിചാരിച്ചാൽ പോലും സാധിക്കൂല. അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഖൽബെന്ന് പറയുന്നത്. അതുപോലെ തന്നെ രഹസ്യമായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക, അള്ളാഹു നമ്മൾ മാത്രം അറിയുന്ന അമലുകൾ ഉണ്ടാക്കിയെടുക്കുക. സ്വതക്കയായിട്ടാണെങ്കിലും, അത് ചെറുതാണെങ്കിലും, 10 രൂപ സ്വതക്കയായിട്ടാണെങ്കിലും നമ്മളും അള്ളാഹു മാത്രം അറിയുന്ന അമലുകൾ ഉണ്ടാക്കി വെക്കുക. അതുപോലെ രഹസ്യമായി മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുക. പരസ്യമായി ചെയ്യുന്ന അമലുകളുടെ അതേ വകുപ്പിൽപ്പെട്ട അമലുകൾ രഹസ്യമായി ചെയ്യുക. അപ്പൊ പരസ്യമായിട്ട് ക്ലാസ് എടുത്ത് ആളുകളൊക്കെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പൊ എന്ത് ചെയ്യുക? 1-2 മിസ്കീന്മാരെ വിളിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ദീനിന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുക, ആരും അറിയാതെ. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ ജമാഅത്തിന് എന്നും 1-ാമത്തെ സഫിലുണ്ട്, അപ്പൊ വീട്ടിലും ഇതുപോലെ സുന്നത്തായ നമസ്കാരങ്ങൾ രഹസ്യമായിട്ട് നമസ്കരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ ആളുകളെ സഹായിക്കുന്ന ഒരാളാണ്, പരസ്യമായി ചിലപ്പോൾ ചില സഹായങ്ങൾ ചെയ്യേണ്ടി വരും. സക്കാത്തിന്റെ കാര്യത്തിലും മറ്റൊക്കെ നമ്മൾ സഹകരിക്കേണ്ടി വരും. അപ്പൊ രഹസ്യമായിട്ടും എന്ത് ചെയ്യുക? സ്വതക്ക ചെയ്യുക. ഇങ്ങനെ നമ്മൾ പരസ്യമായി ചെയ്യുന്ന അമല് രഹസ്യമായി കൂടി ചെയ്യുക. അതുപോലെ തന്നെ ഉലമാക്കൾ പറയുന്ന മറ്റൊരു കാര്യമാണ് അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് റിയാ ഇല്ലാതാക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന്, നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒരാൾ കാണുന്നുണ്ട്, അപ്പൊ നമ്മുടെ മനസ്സിൽ റിയാ തോന്നി, അവനൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ശൈത്താൻ നമ്മോട് എന്ത് പറയും? വേഗം നിർത്തിക്കോ നമസ്കാരം. അതിന് നിന്ന് കൊടുക്കരുത്. മറിച്ച് അപ്പൊ ആ അമൽ കൂട്ടുകയാണ് വേണ്ടത്. അത് ശൈത്താന് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്, ശൈത്താൻ അകന്നു പോകും. റിയാ ഒഴിവാക്കുക, അമലല്ല ഒഴിവാക്കേണ്ടത്. റിയാ ഇല്ലാതെ ഈ അമൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ഉലമാക്കൾ പരിഹാരങ്ങളായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല നമുക്ക് റിയാ ഇല്ലാതെ ഇഖ്ലാസോടുകൂടി ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ബാബ്, ബാബുൻ മിനശ്ശിർക്കി ഇറാദത്തുൽ ഇൻസാനി ബിഅമലിഹി ദുനിയ. ഒരു മനുഷ്യൻ തന്റെ അമൽ കൊണ്ട് ദുനിയാവ് ആഗ്രഹിക്കുക എന്നുള്ളത് ശിർക്കിൽപ്പെട്ടതാണ് എന്ന അധ്യായം. ഇതും വളരെ ഗൗരവമുള്ള ഒരു ബാബാണ്. മുമ്പ് പറഞ്ഞ റിയാവുമായി ബന്ധമുണ്ട്. എന്താണ്? ഒരാൾ ചെയ്യുന്ന അമൽ എന്ന് പറഞ്ഞാൽ ദീനിയായ അമൽ, ഇബാദത്തുകൾ, അതുകൊണ്ടുള്ള ഉദ്ദേശം ദുനിയാവാണ്. ഒരാൾ ദീൻ പഠിപ്പിക്കുന്നുണ്ട്, ദഅവത്ത് ചെയ്യുന്നുണ്ട്, ഉദ്ദേശം ദുനിയാവാണ്. നേരെ മറിച്ച് അവൻ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു, ദഅവത്ത് ചെയ്യുന്നു, ഇതാണ് ഇഖ്ലാസുള്ള ദഅവത്ത്, ഇഖ്ലാസുള്ള അമൽ. അപ്പൊ ദുനിയാവ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഷിർക്കാണ്. ഇത് ഷിർക്കുൻ അക്ബർ ആകുന്ന അവസ്ഥയുണ്ട്, ഷിർക്കുൻ അസ്ഗർ ആകുന്ന അവസ്ഥയുണ്ട്. ഷിർക്കുൻ അക്ബർ ആകുന്നത് എപ്പോഴാണ്? ഒരാൾ ചെയ്യുന്ന എല്ലാ അമലുകളും ദുനിയാവിന് വേണ്ടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവൻ മുസ്ലിം ആയത് തന്നെ എന്തെങ്കിലും കിട്ടാനായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവൻ ചെയ്യുന്ന എല്ലാ അമലുകളും ഇത് നിലനിർത്താൻ വേണ്ടിയായിരിക്കും. ഷിർക്കുൻ അസ്ഗർ ആകുന്നത് എപ്പോഴാണ്? ഒരിക്കൽ ഒരു അമൽ അവൻ ദുനിയാവിന് വേണ്ടി ചെയ്തു. അപ്പോ ഈ വിഷയത്തിൽ ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയ വസീനതഹ. ആരാണോ ദുനിയാവിലെ ജീവിതവും അതിലെ അലങ്കാരങ്ങളും ആഗ്രഹിക്കുന്നത്, നുവഫി ഇലൈഹിം അമാലഹും ഫീഹ. അവരുടെ അമലുകൾ ദുനിയാവിൽ തന്നെ പൂർത്തിയാക്കി കൊടുക്കും, ദുനിയാവിൽ തന്നെ അവർക്കുള്ള പ്രതിഫലം അല്ലാഹു തആല കൊടുക്കും. വഹും ഫീഹാ ലാ യുബ്ഖസൂൻ. ദുനിയാവിൽ അവരോട് ഒരു പിശുക്കും അല്ലാഹു കാണിക്കുകയില്ല. അല്ലാഹു ധാരാളം അവർക്ക് ദുനിയാവ് കൊടുക്കും. ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല അന്നാർ. ആഖിറത്തിൽ അവർക്ക് നരകമേ ഉണ്ടാവുകയുള്ളൂ. വഹാബിത മാ അമലു ഫീഹ വബാതിലു മാ കാനൂ യഅമലൂൻ. അവർ ചെയ്തിരുന്ന പ്രവൃത്തികളൊക്കെ
ആഖിറത്തിൽ ബാത്തിലായിരിക്കും, അതിന് യാതൊരു വിലയും ഉണ്ടാവുകയില്ല. ഒരാൾ ദുനിയാവിന് വേണ്ടി ചെയ്തൊരു പ്രവൃത്തി, ഇപ്പൊ ഒരു ദാഇയായിട്ട് ക്ലാസ് എടുക്കുന്ന, അല്ലെങ്കിൽ ഖുത്ബ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദീനി സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, അവന്റെ ഉദ്ദേശം ദുനിയാവ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അവനുള്ള പ്രതിഫലം ദുനിയാവിൽ തന്നെ കിട്ടും. അവൻ കിട്ടുന്ന ശമ്പളം, അവൻ കിട്ടുന്ന പ്രശസ്തി. ഉലൈകല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ല അന്നാർ, ആഖിറത്തിൽ അവനൊന്നും ഉണ്ടാവുകയില്ല, ഇതിന് അജ്റുണ്ടാവുകയില്ല. അതുപോലെ തന്നെ വബാത്തിലും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തിരുന്നത് ബാത്തിലായിരിക്കും. എന്നാൽ ഒരാൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കണം, അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കണം, ജനങ്ങൾക്ക് ഇൽമ് എത്തിച്ചു കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ശമ്പളം വാങ്ങിയാലോ? ഉലമാക്കൾ പറയുന്നത്, ശമ്പളം വാങ്ങി അല്ലെങ്കിൽ കൂലി വാങ്ങി ഹജ്ജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഉലമാക്കൾ പറയാറുണ്ട്, നമുക്ക് ഹജ്ജ് വേണമെങ്കിൽ ഒരാളെന്ന് പണം വാങ്ങി ഹജ്ജ് ചെയ്യാം. ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് മറ്റൊരാൾ ഹജ്ജ് ചെയ്തു കൊടുക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? അയാളുടെ അടുത്തുനിന്ന് ചെലവ് വാങ്ങാം. അങ്ങനെ ചെയ്യുമ്പോൾ ആരാണോ ഹജ്ജിന് വേണ്ടി പണം വാങ്ങുന്നത് അവന്റെ പ്രവൃത്തി തെറ്റല്ല. അതായത് എനിക്കിപ്പോ ഹജ്ജ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, തവാഫ് ചെയ്യുന്നതും സഅയ് ചെയ്യുന്നതും ഹജ്ജിൽ പങ്കെടുക്കുന്നതൊക്കെ ആഗ്രഹമുള്ള ആളാണ്, പണമില്ല. മറ്റൊരാൾക്ക് ആരോഗ്യമില്ല, പണമുണ്ട്. അപ്പൊ ഞാൻ അയാളുടെ പണം വാങ്ങി ഹജ്ജ് ചെയ്യുന്നു, അയാൾക്കും കൂലി എനിക്കും കൂലി. ഈ പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അത് പോകാനുള്ള ചെലവിന് അയാളുടെ അടുത്ത് വാങ്ങുന്നു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ അത് ജായിസാണ്. നേരെ മറിച്ച് ഒരാൾക്ക് പണം ഉണ്ടാക്കണം, ഇതിൽ നിന്ന് കുറച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റും, അപ്പൊ ഹജ്ജ് എന്നുള്ളത് രണ്ടാം സ്ഥാനത്താണ്. കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട്, അപ്പൊ ഇന്ന ആൾക്ക് ഹജ്ജിന് പോകണം എന്നുണ്ട്, അപ്പൊ അവിടെ പോയിട്ട് ആ പൈസ വാങ്ങി അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചാലോ? അത് പാടില്ല. അതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും. ദീനിയായ ഒരു അമൽ ചെയ്യുമ്പോൾ അവന്റെ ഉദ്ദേശം ആ ശമ്പളമാണെങ്കിൽ അല്ലെങ്കിൽ ആ കിട്ടുന്ന പ്രശസ്തിയാണെങ്കിൽ അത് ബാത്തിലാകും, അവൻ ചെയ്യുന്ന പ്രവൃത്തി ബാത്തിലാകും. നേരെ മറിച്ച് അവന്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞതുപോലെ ദീൻ പ്രചരിപ്പിക്കലാണ്, ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കലാണ്. ആ പ്രവൃത്തി ദഅവത്ത് അത് നിലനിൽക്കണമെങ്കിൽ ഈ ശമ്പളം ആവശ്യമാണ്, അല്ലാതെ അവന് സാധിക്കുകയില്ല. ഹജ്ജിന് യാത്രക്ക് ചെലവുള്ളതുപോലെ ഇവന് ഒഴിഞ്ഞിരിക്കാൻ ചെലവുകളുണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് ഒരാൾ ശമ്പളം വാങ്ങുന്നതെങ്കിൽ അത് ഹറാമല്ല. പക്ഷെ ഏറ്റവും അഫ്ദലായിട്ടുള്ളത് എന്താണ്? ഒരാൾ ദീന് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് പഠിപ്പിക്കലാണ്. അതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. മിന ശിർക്കി ഇറാദത്തുൽ ഇൻസാനി ബിഅമലിഹി ദുനിയ, ദുനിയാവ് ഉദ്ദേശിക്കുന്നത് ശിർക്കാണ്. ഫി സഹീഹ്, സഹീഹായ ഒരു ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫി സഹീഹ് എന്ന് പറഞ്ഞാൽ ബുഖാരിയിലോ മുസ്ലിമിലോ ഉള്ള ഹദീസ് ആയിരിക്കും. ഒന്നുകിൽ ബുഖാരി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഹദീസാണ് ഫി സഹീഹ് എന്ന് ഉലമാക്കൾ പറയാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഹദീസാണ്, ഹിഫ്ളാക്കേണ്ട ഹദീസാണ്. ശരിക്കും കിതാബ് തൗഹീദ് ഹിഫ്ളാക്കണം. നമുക്ക് സാധിക്കും, താല്പര്യം ഉണ്ടെങ്കിൽ. ഒരാഴ്ചയിൽ നമ്മൾ കുറച്ച് 2-3 പേജാണ് വായിക്കുന്നത്. അപ്പോ ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് നമുക്ക് ഹിഫ്ളാക്കാൻ പറ്റും. ഹിഫ്ളാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും ഇത് ഓർമ്മയുണ്ടാകും. ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഇസ അബ്ദു ദീനാർ. അടുത്തിരുന്ന് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ ഉണർത്തുക, തൊട്ടടുത്തിരിക്കുന്നവർ മാത്രം. തഇസ അബ്ദു ദീനാർ, ദീനാറിന്റെ അടിമ നശിച്ചിരിക്കുന്നു. തഇസ അബ്ദു ദിർഹം, ദിർഹമിന്റെ അടിമ നശിച്ചിരിക്കുന്നു. നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നശിച്ചു പോട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിരീങ്ങൾക്കടക്കം റഹ്മത്തായിട്ട് വന്ന ആളാണ്. റഹ്മത്തൻ ലിൽ ആലമീൻ, അള്ളാഹുവിന്റെ റഹ്മത്തായിട്ട് എല്ലാ മനുഷ്യർക്കുമുള്ള കാരുണ്യമായിട്ട് വന്ന ആളാണ്. അങ്ങനെയുള്ള റസൂൽ ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. അത് മുസ്ലിം ആകാം, കാഫിറാകാം. അങ്ങനെയുള്ള ഒരുപക്ഷെ മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്കെതിരെയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തോടെ പ്രാർത്ഥിക്കുന്നത്? അത് മനസ്സിലാകും. അബ്ദു ദീനാർ, ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം, ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം. തഇസ അബ്ദുൽ ഖമീസ, ഖമീസ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള വസ്ത്രത്തിനാണ് പറയുന്നത്, പ്രത്യേകതരം വസ്ത്രം. ഖമീസയുടെ അടിമ നശിച്ചു പോകട്ടെ. തഇസ അബ്ദുൽ ഖമീല, ഖമീല എന്ന് പറഞ്ഞാൽ നല്ല മിനുസമുള്ള വിരിപ്പ്, അതിന്റെ അടിമ നശിച്ചു പോകട്ടെ. ഇൻ ഉഅ്തിയ റദിയ, അവന്റെ പ്രത്യേകത എന്താണ്? അതിന് പണം കിട്ടിയാൽ സന്തോഷമുണ്ടാകും, തൃപ്തനാകും. വഇല്ലം യുഅ്ത സഖിത, വരുമാനമില്ലെങ്കിൽ, ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സഖിത, അവൻ കോപിക്കും. തഇസ വൻതകസ്, അവൻ നശിക്കട്ടെ, തലകുത്തി വീഴട്ടെ, അവൻ എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെടട്ടെ, അവന്റെ പദ്ധതികളൊക്കെ പരാജയപ്പെടട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. എത്ര ആവർത്തിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് നോക്കൂ, ഇങ്ങനെയുള്ള ഒരാൾക്കെതിരെ. വഇദാ ശീക ഫലൻ തഖശ്, അവനൊരു മുള്ള് തറച്ചാൽ ആ മുള്ള് പറിച്ചെടുക്കാൻ സാധിക്കാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ചെറിയ പരീക്ഷണം ഉണ്ടായാൽ അത് അള്ളാഹു പരിഹരിച്ചു കൊടുക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനെതിരെ പ്രാർത്ഥിക്കുകയാണ്. എത്ര ഗൗരവമുള്ള കാര്യമായിരിക്കും ഈ പറയുന്നത്. തഇസ വൻതകസ് വഇദാ ശീക ഫലൻ തഖശ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇതിന്റെ നേരെ വിപരീതം. അപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചത് ആർക്കെതിരെയാണ്?
ഈ ഹദീസിൽ 2 തരത്തിലുള്ള അടിമകളെ കുറിച്ച് പറയുകയാണ്. ഒരു വിഭാഗം ഈ പറഞ്ഞ ആൾക്കാരാണ്, അബ്ദു ദിർഹം അബ്ദു ദീനാർ. അവന്റെ ലക്ഷ്യം ദീനാറും ദിർഹമുമാണ്, അവന്റെ ഉദ്ദേശം ദുനിയാവാണ്. എന്ത് കാര്യം ചെയ്താലും അതിൽ നിന്ന് എന്ത് കിട്ടും, അത് ദഅവത്തായിരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മറ്റെന്തെങ്കിലും ഖിദ്മത്തായിരിക്കാം. അവന്റെ ഉദ്ദേശം തന്റെ ഭൗതികമായ ലാഭം. അതെല്ലാ കാര്യത്തിലും അത് മാത്രമാണെങ്കിൽ അവൻ കാഫിറാണ്, ശിർക്കുൻ അക്ബറാണ്. നേരെ മറിച്ച് അത് എല്ലാ കാര്യത്തിലും ഇല്ലെങ്കിലും അവന്റെ ജോലിയിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിൽ പ്രധാനമായ ലക്ഷ്യം ദുനിയാവായി കഴിഞ്ഞാൽ ആ ചെയ്യുന്ന ജോലി ബാത്തിലാകും. അതാണ് അവന്റെ നിയ്യത്ത്. അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവൃത്തി ബാത്തിലാകും. ഇത് ഈ 2 കൂട്ടരിൽ ആരെയാണ് ഈ ഹദീസിനെ വിശ്വാസം പറയുന്നത്? പൂർണ്ണമായി ദുനിയാവ് മാത്രം ഉദ്ദേശിച്ച് നടക്കുന്നതിനെ കുറിച്ചാണോ, അതല്ല ഭാഗികമായി ദുനിയാവ് ഉദ്ദേശിക്കുന്നവനെ കുറിച്ചാണോ? ഭാഗികമായി ഉദ്ദേശിക്കുന്ന ആളെ കുറിച്ചാണ്. അങ്ങനെയുള്ള ഒരാളടക്കം ഇതിൽ ഉൾപ്പെടും. അപ്പൊ ദുനിയാവാണ് അവന്റെ ഉദ്ദേശം. അവൻ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഇബാദത്ത് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിന്റെ ഉദ്ദേശം ദുനിയാവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്നാണ് വിശ്വാസം പ്രാർത്ഥിക്കുന്നത്. ചില ആൾക്കാർ പെൺകുട്ടികളൊക്കെ അറബി കോളേജിൽ ചേർക്കും. എന്തിനാണ്? നല്ല കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. അത് നല്ല അതവുണ്ടാകട്ടെ, അതവുണ്ടായാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷമുണ്ടാകും. അങ്ങനെ ഉദ്ദേശിക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ അറബി കോളേജിൽ ഇന്ന കോളേജിൽ പോയാൽ അവിടെ വ്യാപകമായിട്ട് കല്യാണം നടക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു അധ്യാപകൻ തന്നെ ബ്രോക്കറായിരിക്കും. അപ്പൊ അങ്ങോട്ട് പോട്ടെ. ദീന് പഠിക്കുക എന്നുള്ള ഒരു ഇബാദത്താണ്, ഏറ്റവും വലിയ ഇബാദത്താണ്. അതിങ്ങനെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യാനുള്ളതാണോ? അല്ല. അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി അത് ചെയ്യുക. പിന്നെ ബാക്കിയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. ഇതുപോലെ എന്ത് അമലായിരുന്നാലും അവന്റെ ഉദ്ദേശം ദുനിയാവാണെങ്കിൽ ഈ പറഞ്ഞ ശാപം അവനുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്കെതിരായിട്ടുണ്ടാവും. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. എന്നിട്ട് രണ്ടാമതൊരാളെ കുറിച്ച് പറയുകയാണ്, ഇങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കണം. ഇനി പറയുന്ന ആളെ പോലെ. അയാളുടെ പ്രത്യേകത എന്താണ്? തൂബാലി അബ്ദിൻ, ഒരു അടിമക്ക് സന്തോഷ വാർത്ത, അവൻ സന്തോഷിച്ചു കൊള്ളട്ടെ, അവൻ ഒരുപാട് ഖൈർ കിട്ടാനുണ്ട്. തൂബ എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് അൽ ഖൈറുൽ കസീർ, ധാരാളം ഖൈറുണ്ടാവട്ടെ. രണ്ടാമത്തേത് സ്വർഗത്തിലെ ഒരു മരത്തിന്റെ പേരാണ്. സ്വർഗത്തിലെ മരം എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ മരം പോലെ ആയിരിക്കില്ല. അതെന്തായിരിക്കും നമുക്കറിയില്ല. അതിന്റെ ചില സിഫത്തുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. 100 വർഷം ഒരാൾക്ക് അതിന്റെ തണലിലൂടെ യാത്ര ചെയ്യാൻ മാത്രം അത്രയും വിശാലമായ തണലുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സ്വർഗത്തിലെ ഒരു വൃക്ഷം, അല്ലെങ്കിൽ ധാരാളമായ ഖൈർ ഒരാൾക്കുണ്ടാവട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി, ജിഹാദിന് വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ജിഹാദിന്റെ സാഹചര്യത്തിലാണ് ഈ ഹദീസ്. ആദ്യം പറഞ്ഞ ആള് ഗനീമത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ്. രണ്ടാമത് പറഞ്ഞ ആള് ജിഹാദിന് ഒരുങ്ങി നിൽക്കുകയാണ്. പിന്നെ കിട്ടിയാ കിട്ടി. അങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ ജിഹാദ് എന്ന് പറയുന്നത് ദീന് പഠിക്കലും പഠിപ്പിക്കലുമാണ്. അതുപോലെ ഇബാദത്തുകൾ ചെയ്യലാണ്. ഫിത്നയുണ്ടാകുന്ന കാലത്ത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഹിജ്റത്തിൻ ഇലയ്യ. ഹിജ്റ എന്ന് പറയുന്നത് ജിഹാദിന്റെ തുടക്കമാണ്. എന്റെ അടുത്തേക്ക് ഹിജ്റ വരുന്നതിന് തുല്യമാണ് അൽ ഇബാദത്തു ഫിൽ ഹർജ്. ഫിത്നയും ആശയക്കുഴപ്പങ്ങളുള്ള കാലത്ത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു നിൽക്കുന്നു. അവന്റെ തലയിൽ പൊടി പിടിച്ചിട്ടുണ്ട്, അവന്റെ തല ജട പിടിച്ചിട്ടുണ്ട്, കാലിന് പൊടി പിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് കുളിച്ച് വൃത്തിയായി നല്ല ഭംഗിയിൽ വസ്ത്രം ധരിച്ച് നടക്കാനെന്നുള്ള സ്ഥിതിയില്ല. ദരിദ്രനാണ്. പക്ഷേ തന്റെ ആ ദാരിദ്ര്യം മാറ്റി സമ്പന്നനാകാനുള്ള തിരക്കിലല്ല അയാൾ. അയാൾ ഈ ദാരിദ്ര്യം സഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുതാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇൻകാന ഫിൽ ഹിറാസത്തി കാന ഫിൽ ഹിറാസ. ഇനി യുദ്ധത്തിന് പോകുമ്പോ യുദ്ധത്തിൽ പല വിഭാഗങ്ങളായിരിക്കും. ഒരു സൈന്യം തന്നെ പല ഗ്രൂപ്പുകളായി തിരിക്കും. അതിൽ മുൻനിരയിൽ പോരാടുന്നവരുണ്ടായിരിക്കും, കുതിരപ്പടയാളികളുണ്ടാകും, കാലാളുകളുണ്ടാകും, കാവൽ നിൽക്കുന്നവരുണ്ടാകും, എന്തെങ്കിലും വീണുപോയ വസ്തുക്കൾ പെറുക്കാൻ നടക്കുന്ന ആളുകളുണ്ടാകും. അപ്പോ ഈ വ്യക്തി ഇൻകാന ഫിൽ ഹിറാസത്തി കാന ഫിൽ ഹിറാസ, കാവൽ നിർത്തിയാൽ അവൻ കാവൽ നിൽക്കും. അപ്പൊ അവർക്ക് യുദ്ധത്തിൽ വലിയ റോൾ ഉണ്ടാവുകയില്ല. അവർ ഈ സൈന്യത്തിന്, ഇവരുടെ ക്യാമ്പിന് കാവൽ നിൽക്കുകയായിരിക്കും. അങ്ങനെ നിർത്തിയാൽ അവിടെ നിൽക്കും. വൈൻകാന ഫിസ്സാഖത്തി കാന ഫിസ്സാഖ, ഏറ്റവും പിറകിലാണ് നിർത്തുന്നതെങ്കിൽ അവിടെ നിൽക്കും. ഇനിസ്തഅ്ദന ലം യുഅ്ദൻ ലഹ്, അവൻ എന്തെങ്കിലും കാര്യത്തിൽ ആരോടെങ്കിലും അനുവാദം ചോദിച്ചാൽ അവൻ അനുവാദം കിട്ടുകയില്ല. വഇൻ ശഫഅ ലം യുശഫഅ, അവൻ ശുപാർശ പറഞ്ഞാൽ ശുപാർശ സ്വീകരിക്കുകയില്ല. അങ്ങനെയുള്ള മിസ്കീനാണ്. ആളുകൾ ആരും ശ്രദ്ധിക്കാത്തവനാണ്. പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യണമെന്നായിരിക്കും. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും ഈ മുടി ജട പിടിച്ച് പൊടി പിടിച്ച കാലുമായി നടക്കുന്ന ആള് ദീനിന് ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ അയാൾക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്താണ്? ദുനിയാവിനെ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ ദാരിദ്ര്യം ഉണ്ടായിട്ടും ജിഹാദിന് ഒരുങ്ങി നിൽക്കുന്നത്. രണ്ടാമത്തേത്, ആളുകളുടെ പ്രശംസ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇൻകാന ഫിൽ ഹിറാസ കാന ഫിൽ ഹിറാസ. ഇതായിരിക്കണം നമ്മുടെ പോളിസി. ചില ആളുകൾക്ക് അവർക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ സംസാരിക്കാനുള്ള അവസരം, അല്ലെങ്കിൽ നേതാവാകാനുള്ള അവസരം,
അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവന് ദീനിന്റെ യാതൊരു വഴിക്കും ഉണ്ടാവുകയില്ല. അതുപോലെ എന്തെങ്കിലും മെച്ചം, ദുനിയാവിന്റെ മെച്ചം, അത് പണമായിട്ടോ പ്രശസ്തിയായിട്ടോ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ പിന്നെ അവര് യാതൊരു ഇബാദത്തിലും താല്പര്യം ഉണ്ടാവുകയില്ല, ദഅവത്തിൽ താല്പര്യം ഉണ്ടാവുകയില്ല. നേർമറിച്ച് ചില ആളുകൾ നമുക്ക് കാണാം, അവർക്ക് സ്ഥിരതയുണ്ടാകും, എന്നും അവർ ചെയ്യുന്ന ഖൈർ ചെയ്തുകൊണ്ടിരിക്കും, അത് പ്രശംസ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും. ഇങ്ങനെ ആയിരിക്കണം നമ്മളൊക്കെ. അത് ദീൻ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും. ഇപ്പൊ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ വന്നു, അപ്പൊ ചിലപ്പോ ആളുകൾ കുറവാണ്, ക്ലാസ്സിന് ആളില്ല. അപ്പൊ അടുത്ത ആഴ്ച നമുക്കൊരു മടി, പഠിപ്പിക്കുന്ന ആളായാലും പഠിക്കുന്ന ആളായാലും കുറെ ആള് കൂടുന്ന സദസ്സിലിരിക്കാൻ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ പരിചയക്കാരൊക്കെ വന്നു, എല്ലാരെയും കാണാൻ പറ്റി. അടുത്ത ആഴ്ച ആളില്ല, അപ്പൊ നമുക്ക് മടി. അത് എന്താണ് അതിന്റെ കാര്യം? അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സിൽ ഈ സ്വഭാവമില്ല. ആളുകൾ നമ്മെ ശ്രദ്ധിക്കുന്നതും അതുപോലെ തന്നെ കുറെ ആളുകളോട് കൂടിയിരിക്കുമ്പോൾ ആ സംസാരത്തിന്റെ ഷഹവത്ത്, ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നേരെമറിച്ച് സ്ഥിരതയുള്ള ആളുകൾ നമുക്ക് കാണാം, അവര് ഫായതയുള്ള സ്ഥലത്തുണ്ടാകും, ഉപകാരമുള്ളത് എവിടെയാണോ അവിടെ ഉണ്ടാകും. അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നമ്മുടെ ഉദ്ദേശം എന്താണ് നമ്മൾ ചിന്തിക്കണം. ഓരോ അമൽ ചെയ്യുമ്പോഴും ചില സലഫുകളെ കുറിച്ച് കേൾക്കാം. ഒരു മഹാൻ, അദ്ദേഹം ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ജനാസ അതിലൂടെ കടന്നുപോയി. അപ്പൊ ജനാസ പിന്തുടർന്നാൽ വലിയ പ്രതിഫലമുണ്ട്. ഒരു ഖീറാത്ത്, സ്വർണത്തിന്റെ പ്രതിഫലമാണ്. അത് ഖബറടക്കുന്നത് വരെ തുടരുകയാണെങ്കിൽ, നമസ്കരിക്കാൻ മാത്രം പോയാൽ ഒരു ഖീറാത്ത്, നമസ്കാരം കഴിഞ്ഞ് ഖബറടക്കുന്നത് വരെ അതിൽ കൂടിയാൽ 2 ഖീറാത്ത്. 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ 2 മലയുടെ അത്രയും സ്വർണം സദഖ ചെയ്ത പ്രതിഫലം. ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇത്ര വലിയ അജ്റുള്ള കാര്യമാണ്. അപ്പൊ ഈ സലഫിൽപ്പെട്ട ഈ മഹാൻ, അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അടുത്തുകൂടെ ജനാസ പോയി. അദ്ദേഹത്തെ ഒരാൾ വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുറപ്പെട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ചോദിച്ചപ്പോ എന്താണ് കാര്യം ചോദിച്ചപ്പോ, എനിക്കൊരു നിയ്യത്തുണ്ടായിരുന്നില്ല. നീ വിളിച്ചപ്പോ പോവാന്ന് പറഞ്ഞിട്ട് പോയാല് ഇയാളെ വിളി കേട്ടപ്പോ പോയി. അതാണ് സംഭവിച്ചത്. നേരെ മറിച്ച് ജനാസയുടെ ഫളലിനെ കുറിച്ചും അതിൽ പങ്കെടുക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് മനസ്സിൽ നിയ്യത്ത് വെച്ചിട്ട് പുറപ്പെടാം എന്ന് കാത്തുനിന്നതാണ് എന്ന് അദ്ദേഹം പറയേണ്ടത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നിയ്യത്തോടുകൂടി ചെയ്താൽ നമുക്കതിന് വലിയ സ്ഥാനമുണ്ടാകും. അല്ലെങ്കിലോ നിയ്യത്തില്ലെങ്കിൽ പതുക്കെ പതുക്കെ അത് ദുനിയാവിനായി മാറും. ആരെങ്കിലും പേടിച്ചിട്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശംസയ്ക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ആയാൽ നമ്മുടെ പ്രതിഫലം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോവുകയും ഈ പറഞ്ഞ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ നമുക്കെതിരെ വരാനും കാരണമാകും. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടെ അവനെ ഇബാദത്ത് ചെയ്യാനും അവന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل لأحد منها شيئا. وصل اللهم وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.